ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മുടെ ചാനലെന്ന് പറയുന്നത് 10,000 സബ്സ്ക്രൈബർ എന്നുള്ള ആ ഒരു സംഖ്യ കടന്നിരിക്കുകയാണ്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഈ ചാനൽ ഏകദേശം ഒരു 100 സബ്സ്ക്രൈബർ ആയപ്പോൾ തൊട്ട് കൂടെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അതിനുശേഷം ഒരുപാട് പേര് പുതിയതായിട്ട് വന്നു. എല്ലാവരോടും ഹൃദയത്തിൽ തൊട്ട് നന്ദി പറയുകയാണ്. കാരണം നിങ്ങളെല്ലാമാണ് ഈ വീഡിയോ കാണുന്നതും അതിനനുസരിച്ചാണ് ഈ ചാനൽ വളരുന്നതും. എന്തായാലും ഈ സന്തോഷത്തിൽ, അതായത് 10,000 സബ്സ്ക്രൈബർ ആയി എന്നുള്ള ഈ സന്തോഷത്തിൽ ഞാൻ ഇൻട്രോ ഒന്നും പുതുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഇൻട്രോ ഒന്ന് കണ്ടതിന് ശേഷം ബാക്കി പറയാം. അപ്പോൾ നിങ്ങൾ ഇൻട്രോ കണ്ടല്ലോ. ആ ഇൻട്രോയിൽ പറയുന്ന കാര്യം തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാൾ നമ്മളുടെ ജേണി എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് പൊലിപ്പിക്കലില്ലാതെയാണ് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് പഠിപ്പിച്ചത്. പ്രത്യേകിച്ച് നമ്മൾ കൂടുതൽ കൈകാര്യം ചെയ്ത വിഷയം എന്ന് പറയുന്നത് ബ്ലോഗിങ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ വരുന്നത്. ബ്ലോഗിങ് എന്ന് പറയുന്ന സംഭവം ഡെഡായോ, ഇനി ബ്ലോഗിങ്ങിന് പ്രാധാന്യമുണ്ടോ, പ്രത്യേകിച്ച് പുതിയ കാലത്ത് ബ്ലോഗ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ചോദിക്കുന്നവർക്കുള്ള ഒരു മറുപടി കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ ചാനലെന്ന് പറയുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത്, ഈ ചാനലിൽ വളരെ പെട്ടെന്നൊരു വളർച്ച വരുന്നില്ലെങ്കിൽ പോലും ചെറിയ രീതിയിലെങ്കിലും അത് വളരുന്നുണ്ട്. അതായത് ഈ 10,000 എന്ന് പറയുന്ന സബ്സ്ക്രൈബർ കൗണ്ട് എത്തിയപ്പോൾ തന്നെ നമുക്കറിയാം അത്രയും ആൾക്കാർ ഈ മേഖലയെക്കുറിച്ച് പഠിക്കാനായിട്ട് ആഗ്രഹം കാണിക്കുന്നുണ്ട്. ആദ്യം വളരെ കുറഞ്ഞ നിരക്കിലായിരുന്നു ഇതിൻ്റെ വളർച്ചയെങ്കിൽ പിന്നീട് കുറച്ചുകൂടെ സ്പീഡ് കൂടിയിട്ടുണ്ട് അതിന്. അതുകൊണ്ട് തന്നെ ഈ മേഖലയെന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് നമുക്കിപ്പം തള്ളിക്കളയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ചോദിക്കാറുണ്ട്, ഈ മരിച്ചോ ബ്ലോഗിങ് കംപ്ലീറ്റ് ആയിട്ടെന്നുള്ളത്. അപ്പോൾ വേണമെങ്കിൽ മരിച്ചെന്നും പറയാം, മരിച്ചില്ലെന്നും പറയാം. ഞാൻ കൃത്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവസാനം വരെ നിങ്ങൾ കേൾക്കുക, അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി എന്തുകൊണ്ടാണ് മരിച്ചു എന്ന് പറയുന്നവർക്ക് വേണ്ടി എന്താണ് കാരണം എന്ന് വെച്ചാൽ, നമുക്കറിയാം പഴയ കാലത്ത് ബ്ലോഗിംഗ് എന്ന് പറയുന്നത് വളരെ പേഴ്സണലായിട്ടുള്ള കണ്ടൻറ്റുകൾ എഴുതുന്നൊരു രീതിയായിരുന്നു. നമ്മളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, അതല്ലെങ്കിൽ ആൾക്കാർ ഡയറി എഴുതുന്നതിന് പകരം എഴുതുന്ന രീതിയൊക്കെ ആയിരുന്നു, അവരുടെ അനുഭവങ്ങൾ. ഇത്തരം കാര്യങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ പ്രസക്തി ഒട്ടും തന്നെ ഇല്ല. ആ മേഖലയിലാണ് ശരിക്കും ബ്ലോഗിങ് മരിച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ലാതെ ബ്ലോഗിങ്ങിൻ്റെ ഒരു പ്രാധാന്യമൊന്നും ആ രീതിയിൽ കുറഞ്ഞിട്ടില്ല. നമുക്ക് ഗ്ലോബലി ഒരു കണക്കെടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 2,000 കോടിയോളം ബ്ലോഗ് വ്യൂസുകൾ ഈ പറയുന്ന ഒരു മാസത്തിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. ഏകദേശം 1 ബില്യണും, അതായത് 100 കോടിയോളം ബ്ലോഗുകളുണ്ടെന്നാണ് എല്ലാ പ്ലാറ്റ്ഫോമും കൂടെ ചേർത്ത് അത്രയും ബ്ലോഗുകളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കണക്കുകൾ പല സ്റ്റാറ്റിസ്റ്റിക്സിലും നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അതിൻ്റെ ഒരു പ്രാധാന്യമൊന്നും കുറഞ്ഞിട്ടില്ല. ഏകദേശം നമ്മുടെ വേൾഡിൽ 50% കൂടുതൽ ബിസിനസ് സ്ട്രാറ്റജികളും ഈ പറയുന്ന ബ്ലോഗിൽ കൂടെയാണ്. ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ എന്ന് പറയുന്നത് ഈ ബ്ലോഗിങ് സെക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം 10% വളർച്ച അധികമായിട്ട് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് പഠനങ്ങളും മറ്റ് സ്റ്റാറ്റിസ്റ്റിക്സുകളും കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗമായി നിൽക്കുമ്പോൾ തന്നെ ഇത്രയും വലിയൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ അഡ്വാൻറ്റേജ് കിട്ടിയാൽ തന്നെ നമുക്ക് ഗുണകരമായിരിക്കും. ഇപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മൾ ആശ്രയിക്കുന്നത് ഗൂഗിൾ പോലെയുള്ള സെർച്ച് എഞ്ചിനുകളെയാണ്. നമുക്കറിയാം ഗൂഗിൾ കൈയടക്കി, അതായത് സെർച്ചിങ് മേഖലയിൽ ഗൂഗിൾ കൈയടക്കി വെച്ചേക്കുന്നത് ചെറിയ ഒരു ശതമാനമൊന്നുമല്ല. ഏകദേശം 93% ഈ പറയുന്ന സെർച്ചിൻ്റെ ഭാഗവും കൈയടക്കി വെച്ചേക്കുന്നത് ഗൂഗിൾ തന്നെയാണ്. അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏകദേശം ഒരു 3% മാത്രമേ ഉള്ളൂ യൂട്യൂബ് കൈയടക്കി വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എത്രമാത്രമാണ് ഗൂഗിളിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ ഗൂഗിളിൽ കൂടുതലും സെർച്ച് ചെയ്യുന്ന സമയത്ത് റിസൾട്ട് വരുന്നത് കൂടുതലും ബ്ലോഗുകളാണ്. നമ്മൾ ബ്ലോഗുകൾ അല്ലെ ആർട്ടിക്കിളുകൾ എന്നൊക്കെ പറയാം. അതുകൊണ്ട് തന്നെ നമുക്കറിയാം അതിൻ്റെ ഒന്നും പ്രാധാന്യം ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല എന്നുള്ളത്. ഈ അടുത്ത സമയത്ത് ഏറ്റവും കൂടുതൽ അടക്കി വാഴുന്ന സോഷ്യൽ മീഡിയയിൽ പോലും സെർച്ച് ട്രാഫിക് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതായത് 1% താഴെ, അതായത് 0.96% മാത്രമേ ഉള്ളൂ ഗ്ലോബലി സെർച്ച് ഈ പറയുന്ന ഫേസ്ബുക്കിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. അതായത് ഫേസ്ബുക്കിനകത്ത് ഈ പറയുന്ന സെർച്ച് ചെയ്യുന്നത് ഇത്രയും ശതമാനം ആൾക്കാരേ ഉള്ളൂ. ബാക്കി പറയുന്ന 93% നേരത്തെ പറഞ്ഞ പോലെ ഗൂഗിളിൽ തന്നെയാണ്. ഇനി നമ്മൾ തൊട്ട് പുറകെ നിൽക്കുന്ന ബിങ്ങിൻ്റെ കേസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 2.3% മാത്രമേ അതിൽ നിന്ന് വരുന്നുള്ളൂ. അതുപോലെ തന്നെ യാഹുവിൽ 1.5%, ഇത്ര മാത്രമേ അതുള്ളൂ. പക്ഷേ ഗൂഗിളാണ് മെജോറിറ്റിയും കൈകാര്യം ചെയ്യുന്നത്. അതിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂട്യൂബിൻ്റെ സെഷനിൽ നമുക്കറിയാം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വീഡിയോ ആണ് കാണുന്നതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും സെർച്ചിൻ്റെ കാര്യത്തിൽ യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് 3% മാത്രമേ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. ബാക്കി വരുന്ന 90% വരുന്നത് ഡയറക്റ്റ് ഗൂഗിളിൽ നിന്ന് തന്നെയാണ്. അതിനകത്ത് വരുന്ന ഏറ്റവും കൂടുതൽ റിസൾട്ടും ഈ പറഞ്ഞ ടെക്സ്റ്റ് കണ്ടന്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പോർഷൻ മാത്രം നമ്മൾ ടാർഗറ്റ് ചെയ്താൽ പോലും നമുക്ക് നല്ല രീതിയിലുള്ള വളർച്ച കൈവരിക്കാനായിട്ട് പറ്റും. ഇനി എവിടെയാണ് ബ്ലോഗിങ് വീണ്ടും തളരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് ആൾക്കാർ നമ്മുടെ സുഹൃത്തുക്കൾ, വീഡിയോ കാണുന്നവരും ഒക്കെ ഒരുപാട് ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട്. അവരുടെ സൈറ്റുകളുടെ ലിങ്കുകൾ തരാറുണ്ട്. ഇതൊക്കെ കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, കൂടുതൽ ആൾക്കാരും പലതരത്തിലുള്ള ഈ പറയുന്ന ആർട്ടിക്കിളുകളെ ഒരുമിച്ച് കൈകാര്യം ചെയ്യാനാണ് ശ്രമിക്കുന്നത്. കൂടുതലും പ്രത്യേകിച്ച് ന്യൂസ് മാഗസിൻ പോലുള്ള സൈറ്റുകളാണ് കൂടുതൽ ആൾക്കാരും ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത്തരമുള്ള കണ്ടന്റുകൾ എന്ന് പറയുന്നത് വളരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഒരു കാലത്ത് ഇത്തരത്തിലുള്ള കണ്ടന്റുകൾക്കൊക്കെ നല്ല വ്യൂസ് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ രീതി മാറി.
ഇപ്പം ക്വാളിറ്റിക്കാണ് കൂടുതൽ പ്രാധാന്യം സെർച്ച് എഞ്ചിനുകൾ പോലും കൊടുക്കുന്നത്. അതായത് നമ്മുടെ വ്യൂവേഴ്സ് എന്താണ് ആഗ്രഹിക്കുന്നത്, അല്ലെ വ്യൂവേഴ്സിനെ ഫോളോ ചെയ്യാനാണ് ഈ സെർച്ച് എഞ്ചിനുകൾ ശ്രമിക്കുന്നത്. ഏകദേശം ഒരു വർഷത്തിലെന്ന് പറയുന്നത് ഒരുപാട് 1000 അല്ല 2000 അല്ല 5000-ഓളം ചേഞ്ചസ് ഒക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സെർച്ച് എഞ്ചിനുകളിൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ മാറ്റം വരുന്നത്. എന്നുവെച്ചാൽ ഒരു ദിവസം തന്നെ പലതവണ ഈ സെർച്ചിൻ്റെ അൽഗോരിതംസ് ഒക്കെ മാറുന്നുണ്ട്. അത്തരം ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് നമുക്ക് വെറുതെ കുറേ ടെക്സ്റ്റുകളെ കൂട്ടി വെച്ചുകൊണ്ട് നമുക്ക് ബ്ലോഗുകൾ കൊണ്ടുവരികയും അതിനെ വളർത്തി അതിൽ നിന്ന് എന്തെങ്കിലും ഏൺ ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് തെറ്റുപറ്റി. അത്തരത്തിലാണെന്ന് പറയുന്നത് ബ്ലോഗ് വളർന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ വളരുകയല്ല, തളരുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി എവിടെയാണ് ബ്ലോഗ് വളർന്നത് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് നീഷ് ഫോളോ ചെയ്ത്, അല്ലെങ്കിൽ നമുക്കറിയാം പുതിയ കാലത്ത് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് പറയുന്നത് മൈക്രോ ഇൻഫ്ലുവൻസേഴ്സിനെയാണ് ഈ പറയുന്ന മാർക്കറ്റ് ഡിമാൻഡ് ചെയ്യുന്നത്. ഈ മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വെച്ചാൽ മറ്റാരുമല്ല, ഏതെങ്കിലും ഒരു ചെറിയ സെക്ഷനിൽ കുറച്ച് ആൾക്കാരെ, ആ ഒരു മേഖലയിലുള്ള ആൾക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്യുകയും അവരെ സ്വാധീനിക്കാൻ കഴിവുള്ള ആൾക്കാർക്കാണ് ഇപ്പം ഏറ്റവും നല്ല രീതിയിൽ ഇൻ്റർനെറ്റിൽ വളരാൻ കഴിയുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ബ്ലോഗിങ്ങിലൂടെ ശ്രമിക്കേണ്ടത്. ഈ ബ്ലോഗിലാണെങ്കിൽ പോലും എല്ലാ വിഷയങ്ങളൂടെ എടുത്ത് കൈകാര്യം ചെയ്യാതെ അവർക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു മേഖലയെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ മേഖലയിലുള്ള ആർട്ടിക്കിളുകൾ എഴുതുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ നമുക്ക് ബ്ലോഗിലേക്ക് വരുന്ന സമയത്ത് തന്നെ ആൾക്കാർക്ക് ഈ കിട്ടുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിൽ ഈ മേഖലയിൽ ഇപ്പോൾ പ്രാധാന്യമുണ്ട്. അതിന് നമ്മൾ പറയുന്ന യൂസർ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. അതായത് ഒരു വെബ്സൈറ്റിൻ്റെ ഓവറാൾ ലുക്ക്, അത് കാണുന്ന സമയത്ത് അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു ഫീല്, അതുപോലെ തന്നെ ആ സൈറ്റ് ലോഡായി വരുന്ന സ്പീഡ്, അതുപോലെ തന്നെ അതിനകത്ത് മറ്റ് ഇൻഫർമേഷൻസ് അടുക്കി വെച്ചേക്കുന്ന രീതി, ഒരു ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നാവിഗേറ്റ് ചെയ്ത് പല സ്ഥലത്തേക്കും പോകാൻ പറ്റുന്ന ഒരു രീതി, ഇതെല്ലാം വളരെ പ്രാധാന്യത്തോടു കൂടി ഈ പറയുന്ന സെർച്ച് എഞ്ചിനുകളും കാണുന്നുണ്ട്. അത്തരത്തിലുള്ള കണ്ടന്റുകളാണ് കൂടുതൽ ഈ പറയുന്ന സെർച്ച് ട്രാഫിക്കിൽ മുകളിലേക്ക് വരുന്നത്. നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ടാക്ടിക്സ് ഉപയോഗിച്ച് നമുക്ക് ആദ്യം മുകളിൽ കൊണ്ടുവന്നാലും അത് വളരെ പെട്ടെന്ന് തന്നെ പിറകിലേക്ക് പോകുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിന് കാരണം എന്താണ്? ക്വാളിറ്റിയുള്ള കണ്ടന്റുകൾ മാത്രമേ നിലനിൽക്കത്തുള്ളൂ. നമുക്ക് ഇനി ടെക്സ്റ്റിൻ്റെ കാര്യത്തിൽ പല ആൾക്കാരും പറയാറുണ്ട് ഒരുപാട് 3000 വേർഡ്സിൽ അല്ലെങ്കിൽ 4000 വേർഡ്സിലുള്ള ആർട്ടിക്കിൾ എഴുതുന്നുള്ളത്. അതിലല്ല കാര്യം. നമുക്ക് എന്താണ് ഈ യൂസറിനെ സഹായിക്കാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മളുടെ ബ്ലോഗ് കാണാൻ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ നമുക്ക് എങ്ങനെയാണ് സഹായിക്കാൻ പറ്റുക, അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് നമുക്ക് പരിഹരിക്കാൻ പറ്റുക, അദ്ദേഹം ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ച് വരികയാണെങ്കിൽ നമ്മുടെ സൈറ്റിൽ വരികയും അതിൽ നിന്ന് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും അത് വായിച്ച് മനസ്സിലാക്കി അതിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത്തരം ബ്ലോഗുകൾ വളരുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മൊബൈൽ ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കണം നിങ്ങളുടെ ബ്ലോഗ് എന്നുള്ളത്. നമുക്കറിയാം, അപ്പോൾ മെജോറിറ്റി ആൾക്കാരും ഇപ്പം ഇത്തരം കണ്ടന്റുകൾ വായിക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നത് മൊബൈൽ വഴിയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ യൂസർ എക്സ്പീരിയൻസിൻ്റെ ഒരു ഭാഗം തന്നെയാണ് മൊബൈൽ ഒപ്റ്റിമൈസ്ഡ് സൈറ്റ് എന്നുള്ളത് തന്നെ. ആ വിഷയങ്ങളൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ബ്ലോഗ് എന്ന് പറയുന്നത് നമ്മളൊരു ബ്രാൻഡ് ആക്കുക. ആ ബ്രാൻഡിനെ വളർത്തിയെടുക്കാനായിട്ട് എന്തൊക്കെയാണ് മറ്റ് ടാക്ടിക്സുകൾ എന്ന് വെച്ചാൽ അതെല്ലാം നമ്മൾ പ്രയോഗിക്കുക. ബ്രാൻഡിന് കൂടുതൽ വാല്യൂ ഇപ്പം ഗൂഗിൾ ആണെങ്കിൽ പോലും കൊടുക്കുന്നുണ്ട്. അവർ എല്ലാ സ്ഥലത്തും അത് പറയുന്നുണ്ട്. ആ ബ്രാൻഡിനനുസരിച്ചിട്ട് ഈ പറയുന്ന റീച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന ഇംപ്രഷൻസ് കൂടി വരുന്നുണ്ടെന്നുള്ളത്. നമ്മൾ ബ്ലോഗ് വളരുന്ന മുറയ്ക്കെന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതിനെ ഒരു മാർക്കറ്റിംഗ് ഒരു പ്ലാറ്റ്ഫോമായിട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒരുപക്ഷെ നമ്മളുടെ പ്രോഡക്റ്റ് ആയിരിക്കും, നമ്മൾ ഓൺ പ്രോഡക്റ്റ് ആയിരിക്കും ചിലപ്പോൾ വിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ മറ്റ് ഏതെങ്കിലും ആൾക്കാരുടെ പ്രോഡക്റ്റുകൾ നമ്മൾ എൻഡോഴ്സ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അതിൽ നിന്ന് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാനായിട്ട് പറ്റണം, അഫിലിയേഷൻ ഉണ്ടാക്കാനായിട്ട് പറ്റണം. പലതരത്തിലുള്ള അഫിലിയേറ്റ് മാർക്കറ്റുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്യാഷ് ഒഴുകുന്ന ഒരു മേഖലയാണ് ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതിനൊക്കെ ഈ പറയുന്ന ബ്ലോഗ് തരുന്ന ഒരു അനന്ത സാധ്യത എന്ന് പറയുന്നത് വളരെ വലുതാണ്. പലരും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്, ശരിക്കും ഇനിയിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങണോ അതോ ബ്ലോഗ് തുടങ്ങണോ എന്ന് പല ആൾക്കാരും വീണ്ടും വീണ്ടും ചോദിക്കാറുണ്ട്. ഞാൻ അതിനുത്തരം ഇതിനകത്ത് നൽകുന്നില്ല. അതിന് കാരണം ആൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വിഷയത്തിൽ. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വിഷയത്തിലുള്ള സംശയം തീരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയാനുള്ളതെന്ന് പറയുന്നത് നിങ്ങൾ നീഷ് ബേസ്ഡ് ആയിട്ട് വേണം നിങ്ങളുടെ ബ്ലോഗിനെ കൊണ്ടുപോകാനായിട്ട്. ഇപ്പം നിങ്ങൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു ന്യൂസ് സൈറ്റ് പോലുള്ള ഒരു മാഗസിൻ സൈറ്റ് പോലെയാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഏതൊക്കെ നീഷുകളാണ് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്. ഇനി എങ്ങനെയാണ് നീഷ് തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചുള്ള വിശദമായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഈ വീഡിയോയിൽ പറയാത്തത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. തീർച്ചയായിട്ടും നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഗുണമായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക സെഷനിലേക്ക് സ്പെഷ്യലൈസ് ചെയ്യുകയും അതിനെ മറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ ഉപയോഗിക്കത്തക്ക രീതിയിൽ അതിനെ മാറ്റിയെടുക്കുകയും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ബ്ലോഗിങ് ഒരു പ്രോഫിറ്റബിൾ ആക്കി നമുക്കിപ്പോൾ കൊണ്ടുപോകാനായിട്ട് പറ്റുന്നത്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ഒരു സംഗ്രഹം എന്ന് പറയുന്നത് ബ്ലോഗിങ് മരിച്ചിട്ടില്ല. അതിന് വളരെ ശക്തിയായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. ബ്ലോഗിങ് എന്ന് പറയുന്നത് ഇനി അടുത്ത ഒരു 10 കൊല്ലത്തേക്ക് പോലും ബ്ലോഗിങ്ങിന് ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. പക്ഷേ എന്താണ് സംഭവിച്ചത്? ബ്ലോഗിങ്ങിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് നമുക്കറിയാം ഒരുപാട് ഈ പറയുന്ന ഇമേജ് ഷെയറിംഗ് സൈറ്റുകൾ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഇമേജ് ഷെയറിംഗ് സൈറ്റുകൾക്കൊക്കെ ഒരു വളരെ പ്രാധാന്യം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. കാര്യം സോഷ്യൽ മീഡിയ പലതരത്തിൽ ആ മേഖലയെ കീഴടക്കി
ഇല്ലാതാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അത്തരം ബ്ലോഗുകളൊക്കെ ആയിട്ട് നമുക്ക് ഇനി മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ ന്യൂസ് മീഡിയകളൊക്കെ ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ നമുക്ക് ന്യൂസുകളെ പബ്ലിഷ് ചെയ്തുകൊണ്ട് ഒരുപാട് കാലം പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തില്ല. നമുക്ക് ചെറിയ ചെറിയ ന്യൂസുകൾ ഇട്ട് പോയാൽ തന്നെ നമുക്കറിയാം അതിന് വളരെ ചെറിയ രീതിയിലുള്ള ആഡ് വരുമാനങ്ങളൊക്കെ നമുക്ക് ഇനിയുള്ള കാലത്ത് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ സമയവും നമ്മുടെ വേസ്റ്റ് ആവും, അതിനനുസരിച്ച് നമുക്ക് അഡ്വാൻറ്റേജും കിട്ടത്തില്ല. പക്ഷേ നിങ്ങൾ നീഷ് ബേസ്ഡ് ആയിട്ട് നിങ്ങൾ അത് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്കറിയാം പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വരുമാനത്തിൽ മാറ്റം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ വീണ്ടും ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ബ്ലോഗിങ് മരിച്ചിട്ടില്ല, ബ്ലോഗിങ്ങിന് മാറ്റം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ആ മാറ്റത്തിനനുസരിച്ച് നിങ്ങൾ സഞ്ചരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ബ്ലോഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ വീഡിയോസായിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ വീഡിയോകളും കാണണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.